നിങ്ങൾക്ക് മഴയത്ത് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണോ? എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ മഴയത്ത് ഇങ്ങനെ വണ്ടി ഓടിച്ച് പാട്ടൊക്കെ കേട്ട് പോകാനൊരു പ്രത്യേക വൈബാണ്. ഞാൻ ദാ ക്ലിനിക്കിൽ എത്തിയപ്പോഴേക്കും മഴയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ചേച്ചിയുടെ ക്ലിനിക്കാണ്. ചേച്ചി എന്ന് പറയുമ്പോൾ കസിനാണ്. കുറേ പേര് കമൻസിൽ ചോദിക്കാറുണ്ട് ഓൺ സിസ്റ്റർ ആണോ എന്ന്. നമ്മുടെ ചാനൽ ഒരു ലൈഫ് സ്റ്റൈൽ ചാനലാണെങ്കിലും ഇടയ്ക്കൊക്കെ ഒരു ഇൻഫർമേഷൻ കൈൻഡ് ഓഫ് വീഡിയോസ് ഇരുന്നോട്ടെ എന്ന് കരുതി ഞാൻ തന്നെയാണ് ഇടയ്ക്ക് ക്ലിനിക്കിൽ പോയി ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാറുള്ളത്. എനിക്ക് ക്ലിനിക്കിൽ എത്തുമ്പോഴുള്ള ഒരു അറ്റ്മോസ്ഫിയർ നല്ല ഇഷ്ടമാണ്. നമ്മുടെ ക്ലിനിക്കിന്റെ പേര് ഹീൽ ലൈഫ് എന്നാണ്. ആലുവ തോട്ടക്കാട്ടുകരയാണ് കേട്ടോ. നേരിട്ട് വരണമെന്നില്ല, ഓൺലൈൻ കൺസൾട്ടേഷൻസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. വീഡിയോ ഒക്കെ എടുത്ത് റിലാക്സ്ഡ് ആയിട്ട് ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു കൊറിയർ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഹോം ബേക്കറിന്റെ കുറച്ച് പ്രൊഡക്ട്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ അവിടെ ഇരുന്നിട്ടാണ് എടുത്തത്. കാരണം ഒത്തിരി ചോക്ലേറ്റ്സും ബ്രൗണീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് പൊട്ടിക്കുവാണെങ്കിൽ എല്ലാവർക്കും കൂടെ കഴിക്കാമല്ലോ എന്ന് ഓർത്തു. അങ്ങനെ അവിടുത്തെ പൊട്ടിക്കലും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ ദേ വീട്ടിലേക്ക് ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ പ്ലാന്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് നഴ്സറിയിലേക്ക് ഇറങ്ങാറില്ല. പക്ഷെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുന്ന വഴിക്ക് നഴ്സറികൾ കണ്ടു കഴിഞ്ഞാൽ അറിയാതെ ഞാൻ വണ്ടി ഒന്ന് ചവിട്ടും. അങ്ങനെ ദേ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴൊക്കെ ഞാൻ ആലുവയിൽ നിന്ന് അങ്കമാലിക്ക് പോകുന്നുണ്ടോ അപ്പോഴൊക്കെ ഇവിടെ കയറാറുണ്ട്. ഗ്രീൻ ലീഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നഴ്സറിയാണ്. എപ്പോഴായാലും മഴക്കാലം ആയാലും ഇവിടെ പൂക്കൾക്ക് ഒരു പഞ്ഞുമില്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ച് ഞാൻ നേരെ വീട്ടിലെത്തി. ചെടിച്ചട്ടി വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ മണ്ണിൻ്റെ ചെടിച്ചട്ടി എനിക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിലെത്തി ഒരു ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്ത് കഴിച്ച് അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു വിളി കേട്ടത്. എൻ്റെയൊക്കെ കുട്ടിക്കാലം മുതലേ വീടുകളിൽ മൺചട്ടി കൊണ്ട് വിൽക്കുന്ന ഒരു ചേട്ടനാണ്. ആളുടെ വിളി കേട്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടോ. കാരണം ഞാൻ ഓൾറെഡി മൺചട്ടി വാങ്ങാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അങ്ങനെ കുറെ കാലം കൂടി കണ്ടതുകൊണ്ട് തന്നെ ഞാൻ ഒരു 10-12 ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആളാണെങ്കിൽ എന്നെ പ്ലാൻസ് റിപ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് ഞാൻ ഡബിൾ ഹാപ്പി ആയിട്ടോ.